ബും ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. ഷോപ്പിംഗ് ആണ്, സേവ് ദ ഡേറ്റ് ആണ്, ഒരു കറക്കമാണ്, അല്ലെങ്കിൽ എല്ലാം ഒരു ദിവസം 2 ദിവസം നമ്മുടെ യാത്രയാണ് നമ്മളിന്ന് വീഡിയോയിൽ എടുക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഇവിടുന്ന് ബൈക്കിൽ പോയിട്ട് നമ്മൾ കാർ എടുക്കാൻ താറിലാണ് പോകുന്നത്. താറ് ഷിഫ്റ്റും അങ്ങനെ നമ്മൾ 2 വണ്ടിക്കാണ് പോകുന്നത്. അപ്പം അങ്ങനെ കുറച്ച് വിഷയങ്ങളൊക്കെയാണ്. ഞാനുണ്ട്, കുഞ്ഞുണ്ട്, കുഞ്ഞേച്ചിയുണ്ട്, ചേട്ടായി ഉണ്ട്, ചേട്ടായിമാരുണ്ട്. അങ്ങനെ 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 ഒരു ഭയങ്കര വൈബ് പിടിച്ച ദിവസമായിരുന്നു ഇത്. തീരത്തോടെ നമ്മൾ പോകണതാണ്. ഇപ്പോൾ നമ്മൾ പ്രോപ്പർ എറണാകുളം എത്തിയിട്ടുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങളും വിശേഷങ്ങൾ ചേട്ടായി ഇപ്പോൾ വണ്ടി ഓടിക്കുന്ന ആളാണ്. അപ്പോൾ ചേട്ടായിയുടെ കുറേ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഓരോ വിശേഷങ്ങളൊക്കെ കാണുന്നു. പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അടുത്ത് നമ്മുടെ 2 വണ്ടിയായിട്ടാണ് പോയത്. അപ്പോൾ അവരുമായിട്ട് മത്സരിച്ചാണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ടിപ്പോൾ പിന്നെ ഓരോ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നു. ഇവിടെയൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിന് സൗണ്ട് കട്ട് ചെയ്തുകൊണ്ടൊന്നും കേട്ടില്ല. ഒരു പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ചേട്ടായി പറയണ കേൾക്കാനൊരു പ്രത്യേക നൈസായിരുന്നു. ഇവിടെ എന്തോ ചേട്ടാ കൈ കൊണ്ട് കണ്ടോ, അവിടെ എന്തോ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ചിങ്ക് 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 എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചേട്ടായി പണ്ട് ഇവിടെ വണ്ടി ഓടിച്ചിട്ടുണ്ടെന്ന കാലത്ത് 10 വർഷം വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായി അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ കൊട്ടാരം പോലത്തെ സെറ്റപ്പ്. അവിടെ ഡ്രൈവേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ റോഡ് സൈഡിൽ ഇങ്ങനെ കുറേ ആൾക്കാർ കിടന്നുറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ കഥ പറയണത് രസമാണ് കേൾക്കാനും. അതിന് ശേഷം ചിലും ഇവിടെ പറയണതെന്ന് വെച്ചാൽ കണ്ടൽക്കാടുകൾ 2018 പ്രളയത്തിന് ശേഷം സ്വന്തമായിട്ടുണ്ടായി വന്ന കണ്ടൽക്കാടുകളാണ് ഈ സൈഡിൽ കൂടെ കാണുന്നത് എന്നാണ്. ഇതൊക്കെ ചേട്ടായി പറയാണ്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു. എന്തായാലും നീങ്ങുന്നതിന് പോയിന്റ് പ്രളയത്തിനെല്ലാം നശിച്ചു പോയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ ജീവനെടുത്ത് കടലെടുത്ത് വന്നു. പിന്നെ ഇത് എയർപോർട്ടാണ്. വിമാനം പറക്കുന്നതും വിമാനം വരുന്നതും നമുക്ക് കാണാം. അതിനുശേഷം നമ്മൾ പാലം കയറി. ഇത് നമ്മളെന്താ ഷോർട്സിന് വേണ്ടി എടുത്ത വീഡിയോ ആണ്. അതാ സ്ക്വയറിൽ പോയത്. ഇവിടെ മറ്റേ പള്ളിയുണ്ട്. നോയ്സ് കേട്ടിട്ട് ചേട്ടാ എന്നെ പറഞ്ഞത് കേൾക്കാൻ വേണ്ടി പോയതാണ്. വല്ലാർപാടം പള്ളി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. താഴത്തേക്ക് കൊടുത്ത കട്ടിങ്ങിൻ്റെ താഴെയായിട്ട്. അവിടുത്തെ നേർച്ച എന്ന് വെച്ചാൽ മറ്റേ നമ്മൾ പള്ളിമുറ്റം പ്രദക്ഷിണം ചെയ്ത് അടിക്കണതാണ്. അവിടെ ഇഷ്ടംപോലെ ചൂലുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പോയവർക്കൊക്കെ അറിയാം. ഭയങ്കരമായിട്ട് എന്ത് പ്രാർത്ഥിച്ചാലും നടക്കുന്ന ഒരു പള്ളിയായിട്ടാണ് അറിയപ്പെടുന്നതല്ല. എല്ലാം നടക്കും. നമ്മൾ എന്ത് മനസ്സിലാക്കി ആഗ്രഹിച്ച നേർച്ചകൾ നടക്കുന്നതാണ് പറയണത്. അതിന് ശേഷം പിന്നെ കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെ നമ്മൾ നടക്കുകയാണ്. അത് നമ്മൾ പ്രോപ്പർ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ ടൗൺ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ വരാൻ ഉദ്ദേശിക്കുന്ന ബീച്ചിലേക്ക് കിടക്കുകയാണ്. നമ്മൾ വളപ്പ് ബീച്ചിലേക്കാണ് പോകുന്നത്. ചെറിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും പിന്നെ ഒന്ന് നൈറ്റ് അസ്തമയമൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകണം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. 2 സൈഡിൽ കൂടെയും കായലല്ലേ, യെസ്, കായലിൻ്റെ ഇടയ്ക്കോടെ ഒരു വഴി. അതിൻ്റെ നേരെ ബീച്ചിലേക്ക് ചെല്ലുന്നൊരു വൈബിലാണ് സെറ്റ് ചെയ്തേക്കുന്നതും കാര്യങ്ങളും. ഇഷ്ടംപോലെ കടയും അങ്ങനെ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ നടക്കുന്നുണ്ട്. ഇത് ഒരുപാട് മുന്നേ എടുത്ത വീഡിയോ ആയിരുന്നു. അത് എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് ലാഗായി പോയതാണ്. പിന്നെ ചിങ്ക് ഒരു പ്രത്യേക ഫീലാണ്. നല്ല തണുത്ത കാറ്റും ഒരു നൈസ് ക്ലൈമറ്റൊക്കെ ആയിട്ട്. ഓളം വെട്ടുന്ന വെള്ളത്തിരകൾ. നമ്മൾ ഈ നേരെ ചെല്ലണത് ബീച്ചിലേക്കാണ്. നേരെ പോയാൽ ബീച്ചിൻ്റെ ഉള്ളിൽ കിടക്കാം. അങ്ങനെ ഒരു സെറ്റപ്പിൽ പിന്നെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ പൈരുമരത്തിൻ്റെ ഇടയ്ക്കാണ് അത് ഒതുക്കണത്. അതിൻ്റെ ഇടയ്ക്ക് കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ശേഷം നമുക്ക് മണ്ടത്തിൽ നമ്മൾ സാധനം മേടിക്കാൻ നമ്മൾ വേഗം കടയിലേക്ക് പോവാണ്. സ്റ്റുഡിയോയിൽ പോയാണെങ്കിൽ ബാക്കിയുള്ള ഷോപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ പിന്നെ നമ്മുടെ വളപ്പ് ബീച്ചിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേന് സൂര്യാസ്തമിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ ലേറ്റ് സെറ്റ് ചെയ്യാൻ നോക്കി. പക്ഷേ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ട് ലേറ്റ് ഭംഗി. എന്തായാലും വേഗം പോയിട്ട് നമ്മുടെ പരിപാടികളെല്ലാം ഒന്ന് തീർക്കണം. അതാണ് മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറയാനായിട്ടുള്ളത്. നമ്മളെ കടകളും കാര്യങ്ങളെല്ലാം ഫുൾ സെറ്റാണ്. അവിടെ ഫുഡും ഐസ്ക്രീം, ഈ ചില്ലി കപ്പിൾസ്, ഫാമിലി, ഫ്രണ്ട്സ്, ഇഷ്ടംപോലെ ആൾക്കാരെ കാണാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ
പിന്നെ ബീച്ചിലിറങ്ങുന്ന സിറ്റുവേഷൻ കൊച്ചൊന്ന് ഫസ്റ്റ് ടൈം ഒന്ന് കാല് നോക്കിക്കാൻ വേണ്ടി അവൾ നല്ല ഉടുപ്പൊക്കെ ഇടിച്ച് നമ്മൾ താഴെ ഇറക്കി. ഒരു കുഴപ്പമില്ലാതെ വൈബായിട്ട് നിന്നു. എല്ലാ കാഴ്ചയും കണ്ടു. അസ്തമയ സമയമായിട്ടുണ്ട്. ഇത് ഷോർട്സിന് വേണ്ടി എടുത്ത വീഡിയോസാണ്. ഇങ്ങനെ തന്നെ വീഡിയോ അല്ല. അന്ന് ഇഗ്നോർ ചെയ്ത് കളയുക. അതിന് ശേഷം പിന്നെ ആ സൈഡിൽ അവർ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദാറ്റ് എങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല എന്നെ ചാഞ്ചറക്കും മതിയാ തൊട്ടിലില്ല ചാഞ്ചക്കം ചാഞ്ചക്കം. ഈടാ ഇതെന്താണ് ഞാൻ പാപ്പെടുമ്പോൾ തീരുമെന്ന് തീരാത്ത ബോറടിക്കണം. അയ്യോ. പിന്നെയെന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഭിത്തി കടൽ അവിടെ തുടങ്ങി അടുത്ത് വരും പോകും തന്നെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ട് അവസാനമാണ് ബോറടിച്ച് ചത്തു. അവസാന നിമിഷമാണ് ഈ സാധനം വന്നത്. ഇതും വന്നിട്ട് പോയി. അങ്ങനെ നിരാശപ്പെടുത്തി. ഇനി വേണ്ടെന്ന് എടുത്തേക്കാൻ ഓർത്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരു കടൽ തീരം വന്നു. എൻ്റെ പൊന്നെ ഇതും തൊട്ടില്ല. ഞങ്ങൾ എഴുതി പോസ്റ്റ് ചെയ്ത് വെച്ചു. അവരൊക്കെ തൊടണ്ട, ഇവിടെ മാത്രം വന്ന് തൊടണില്ല. എന്താണോ എന്ത് കണ്ടോ, തൊടണേ ഇല്ല. അത് എന്താ തൊടുന്നേ ഇല്ല. കറക്റ്റ് കാലാണ് എന്നിട്ട് പോയി. തൊടുവില്ലോ എന്നറിയണമല്ലോ. തട്ടടാ.